നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഇതാദ്യമായിട്ടല്ലെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നത് സാധാരണ ലേറ്റ് ആയിട്ട് വരുന്നത് പോലെ അല്ല. എന്റെ സച്ചേട്ടന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നത്. നിങ്ങൾ ആരായാലും ശരി, എന്നെ അഴിച്ചുവിട്, അഴിച്ചുവിട്. നിന്റെ നിലവിളി കേട്ട് കരുണ തോന്നി വന്നതല്ല ഞങ്ങൾ ഇവിടെ ഇത്രയും പേരുണ്ടെന്നും ഇതിനിടയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ലെന്നും മാത്രമല്ല നീ ഇതിനകത്ത് കിടന്ന എത്ര നിലവിളിച്ചാലും കാര്യമില്ലെന്നും നിന്നെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നേ ഉള്ളൂ. അതെ, ആരാ നിങ്ങളൊക്കെ? എന്തിനാ എന്നെ കൊണ്ടുവന്നേ? ഞങ്ങളുടെയൊക്കെ പേരും മേൽവിലാസവും പിന്നീട് നിന്നെ അറിയിക്കാം. ഇപ്പോ തൽക്കാലം നീ ഇവിടെ മിണ്ടാതെ കടന്നു. സമയാകുമ്പോ നിന്നെ തുറന്നു വിടും. ഒരാളെ കെട്ടിയിട്ടാണോ നിന്റെ ആനന്ദം കാണിക്കുന്നേ? ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ അഴിച്ചു വിടറാ. ചുറ്റടാമട്ടോ. ഇനി നീ ഇവിടെ കിടന്ന് ഷോ ഇറക്കിയ നീ ഇവിടുന്ന് പോകുന്നത് ജീവനോടായിരിക്കില്ല. കേടാ വാടാ. രണ്ട് ദിവസത്തെ ലീവാ ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ വന്ന കാര്യം തീർന്നില്ലെങ്കിൽ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യും. എന്തായാലും ഞാൻ നാളെ വിളിച്ച് കൺഫേം പറയാം ഡോക്ടറോട്. ഞാൻ ഡോക്ടറെ നാളെ വിളിക്കാം. ശരി ഡോക്ടർ, ഗുഡ് നൈറ്റ്. ആരാ? എന്തൊക്കെ എന്റെ ജീവിതത്തിൽ നടക്കുന്നത്? ആദ്യം ഹോസ്പിറ്റലിലായി, സന്ദീപ് അവിടെയായി, അനൂപേട്ടന് അപകടം പറ്റി, മീരടുത്ത് അനൂപേട്ടനോടൊപ്പം അവിടെയായി, സന്ധ്യ ഡോക്ടർ ബാംഗ്ലൂരിൽ പോയി. ചുരുക്കി പറഞ്ഞ എന്നെ സഹായിക്കാനുള്ളവരെല്ലാം പല സ്ഥലങ്ങളിലായി അവരവരുടെ കാര്യത്തിൽ നിൽക്കുക. ഹലോ ഡോക്ടർ. ഹലോ അർച്ചന, ഞാൻ അപകടത്തില. ഹലോ ഹലോ ഡോക്ടർ.
കാറാരാ ആദ്യം കണ്ടത്? നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ ഹൈവേ പോലീസുകാരാ സ്റ്റേഷനിൽ വിളിച്ച് വിവരം പറഞ്ഞത്. ACP സാറിനെ വിളിച്ചു പറഞ്ഞു. പറഞ്ഞു മാഡം, സാറെന്തോ ബിസിയാണെന്ന് പറഞ്ഞു. കാറ് ലോക്കാണോ? നിങ്ങൾ പരിശോധിച്ചോ? ലോക്കല്ല മാഡം, ലോക്ക് ആവാതിരിക്കാനാണോ തോന്നുന്നു. വലത് സൈഡിലെ ഗ്ലാസ് തുറന്നിട്ടിട്ടുണ്ട്. ഏട്ടത്തെ ഇങ്ങനെ വിഷമിക്കല്ലേ. സച്ചേട്ടനെ ഉടനെ കണ്ടുപിടിച്ച് തരുമെന്നല്ലേ ACP സാറും CI മാഡം ഒക്കെ പറഞ്ഞത്. ദേ, എല്ലാവർക്കും നല്ല വിശ്വാസമുണ്ട് സച്ചേട്ടനായിട്ട് തന്നെ ഇങ്ങ് തിരിച്ചു വരുമെന്ന്. ഏട്ടത്തെ വിഷമിക്കുന്നതും കരയുന്നതും കാണുമ്പോ ഏട്ടത്തേക്ക് മാത്രം ഇക്കാര്യത്തിൽ വിശ്വാസം ഇല്ലാത്ത പോലെ. സച്ചേട്ടൻ ഇങ്ങനെ ലേറ്റ് ആയിട്ട് വരുന്നതും വിളിക്കാതെ എവിടെയെങ്കിലും പോകുന്നതും ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. അനക്ക് എന്ത് പറഞ്ഞാലും എനിക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഇത് ആദ്യമായിട്ടല്ലെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നത് സാധാരണ ലേറ്റ് ആയിട്ട് വരുന്നത് പോലെ അല്ല. എന്റെ സച്ചേട്ടന് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നത്. സച്ചേട്ടൻ ഏതോ കുരുക്കിൽ അകപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഈശ്വര, ഒന്ന് വിളിക്കെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. അർച്ചന, നീ ഇപ്പൊ ഏതവസ്ഥയിലാണെന്ന് എനിക്കറിയാം. കാര്യം നമ്മളെപ്പോഴും വഴക്കും ദേഷ്യവും വാശിയൊക്കെ ആണെങ്കിലും സച്ചി എന്ന് പറയുന്നത് എന്റെ മോനാ. പ്രസവിക്കാതെ തന്നെ ഞാൻ വളർത്തിയ എന്റെ സ്വന്തം മോൻ. അവനെ കാണാനില്ല എന്ന് പറയുമ്പോ നിന്നെ പോലെ തന്നെ എന്റെയും നെഞ്ചു പൊട്ടുന്നുണ്ട്. ആ, അതുപോലെ തന്നെയാ ഇവിടെയുള്ള എല്ലാവരുടെയും കാര്യം. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് അവന്റെ കൂടെ. അത് മാത്രം മതി അവൻ എവിടെയാണെങ്കിലും രക്ഷപ്പെട്ട് വരാനായിട്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.